സിറാത്തിലേക്ക് വിചാരണ കഴിഞ്ഞ് സിറാത്തിലേക്ക് അതിന്റെ അടുത്തെത്താൻ നേരത്ത്, സിറാത്തിന്റെ മുന്നിലെത്തുന്ന നേരത്ത് അല്ലാഹു തആല അവിടെ ഒരു 7 ചെക്കിംഗ് പോയിന്റുകളെ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ഒന്നുകൂടി ചോദിക്കാൻ ജഹന്നമിന്റെ തൊട്ടടുത്തായി. ഒന്നാമത്തെ ഒരു പരിശോധന സിറാത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, അവിടെ നിൽക്കാൻ വേണ്ടി പറയൂ, അവരോടൊക്കെ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞിടത്ത് ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെ സ്ഥലത്തെ ചോദ്യം നിസ്കാരമാണ്. നിസ്കാരത്തിൽ രക്ഷപ്പെട്ട ആളാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് നീങ്ങി. രണ്ടാമത്തെ സ്ഥലത്തെത്തുമ്പോൾ അവിടെ ചോദിക്കുന്നു അൽ അമാന, അമാനത്തിനെ സംബന്ധിച്ച് തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം. കുടുംബം എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്വമാണ്. സമൂഹത്തിലും ചില ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളൊക്കെ വരും. ആ ഉത്തരവാദിത്വത്തെ പറ്റി, അമാനത്തിനെ പറ്റി അല്ലാഹു ചോദിക്കുന്നു. ആ അമാനത്ത് വേണ്ടതുപോലെ നിർവഹിച്ചവനാണെങ്കിൽ അവിടെയും രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുന്നു. നഷ്ടപ്പെടുത്തിയ ആളാണെങ്കിൽ പിറകോട്ട് നിർത്തുന്നു, മുന്നോട്ട് പോകാനായിട്ടില്ല. ഓരോന്നിലും ശിക്ഷിക്കപ്പെടുന്ന രൂപം വരുന്നത് വേണ്ട രൂപത്തിൽ അവർക്ക് കാര്യങ്ങൾ പൂർത്തീകരിക്കാത്ത ആളാണെങ്കിൽ ഒന്നാമത്തെ സ്ഥലത്ത് തന്നെ നിസ്കാരത്തെ പറ്റി ചോദിക്കുമ്പോ, സഹോദരങ്ങളെ, നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്, പക്ഷേ വേണ്ട രൂപത്തിലൊന്നും പൂർത്തീകരിച്ച രൂപത്തിലായിട്ടില്ല. ചിലതൊക്കെ ചില ന്യൂനതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോ അല്ലാഹു തആല ചോദിക്കും, ഹല്ലി അബ്ദീ തതവ്വുൻ, എന്റെ അടിമക്ക് സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കൂ. മലക്കുകൾ പരിശോധിക്കുമ്പോ പെട്ടെന്ന് പരിശോധനക്ക് മാർഗം ലഭിക്കും. പരിശോധിക്കാൻ അവിടെ പ്രയാസമൊന്നുമില്ല. ദുനിയാവിൽ തന്നെ കണ്ടില്ലേ നിങ്ങൾ, പരിശോധന എത്ര പെട്ടെന്നാ നടക്കുന്നത്. ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു തട്ടിപ്പ് നടത്തിയ ആളെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടാനുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ടെങ്കിൽ അവിടെ രേഖപ്പെടുത്തി വെച്ച ഏടുകൾ മലർക്കെ തുറക്കാനും പരിശോധിക്കാനും പെട്ടെന്ന് കഴിയും. ആ കഴിവനുസരിച്ച് മലക്കുകൾ പറയും, സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ട് അല്ലാഹു തആല പറയും, എങ്കിൽ ആ സുന്നത്തുകൾ കൊണ്ട് ഫർളിനെ പൂർത്തീകരിച്ചു കൊടുക്കുക, അങ്ങനെ അത് സ്വീകരിക്കുക. ഫർളൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്, നമ്മളെ നിസ്കാരം പോലെ ആയിരിക്കും പറഞ്ഞത്. ഞാൻ എന്റെ പറഞ്ഞ ഞങ്ങളെ ഹാലല്ല. കുറെ നുഖ്സാനിയത്ത്, കുറെ വീഴ്ചകൾ അതിലുണ്ടെങ്കിൽ സുന്നത്തുകളെ കൊണ്ട് പരിഹരിക്കപ്പെടാൻ സുന്നത്തുകളും പരിഹരിക്കണം. പക്ഷെ സുന്നത്തുകളിൽ ആളുകൾക്ക് വളരെ ശ്രദ്ധക്കുറവാണ്. ഒരു പള്ളിയിൽ 400 ആള് ജുമുഅ നിസ്കരിച്ചെങ്കിൽ ശേഷം സുന്നത്ത് നിസ്കരിക്കാൻ എത്ര ആളുണ്ടാവും? എല്ലാരും തിരക്കോടെ ഹോസ്പിറ്റലിൽ പോകാൻ പോയതാ. 400 ആള് ജുമുഅ നിസ്കരിച്ച ശേഷം നോക്കുമ്പോ അപ്പുറത്ത് ഖത്തീബ് ഉസ്താദ്, ഇപ്പുറത്ത് മറ്റേ ഉസ്താദ്, ഇപ്പുറത്ത് മറ്റേ ഉസ്താദ്, അപ്പുറത്ത് പ്രസിഡന്റ് അവർ, ഇപ്പുറത്ത് സെക്രട്ടറി അവർ, ആകെ ഒരു 10-20 ആളെ എണ്ണാനുള്ളൂ. ബാക്കിയൊക്കെ പോയി. 2 റക്അത്ത് സുന്നത്തിനോ? അതിനാകെ സഹോദരങ്ങളെ ഒരു 4 മിനിറ്റല്ലേ വരുള്ളൂ. ഒരു 4 മിനിറ്റ്, ചുരുങ്ങിയ സമയം വരുള്ളൂ. ഒരു ചെറിയ ഒരു വജ്ജഹത്വം, അല്ലെങ്കിൽ വലിയ വജ്ജഹത്വം ഇല്ലെങ്കിൽ ചെറിയൊരു വജ്ജഹത്വം ഓതി, ഒരു ഫാത്തിഹ ഓതി, ഒരു റുക്കൂഉം സുജൂദും 2 സുജൂദും ചെയ്ത് പിന്നെ 1 റക്അത്തോടെ നിസ്കരിക്കാൻ ചെറിയ സമയമല്ലേ ഉള്ളൂ. നമ്മളത് മുടക്കരുത്. കാരണം നമ്മളെ ഈ ഫർളുകളൊന്നും പൂർണ്ണമായ ഫർളുകളല്ല. ഇപ്പൊ എന്തിനാ നമ്മൾ സുന്നത്ത് നോമ്പുകളൊക്കെ നോക്കുന്നത്? റമദാനിൽ ആ ഫർള് നോമ്പ്, ആ ഒരു മാസത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അമലാണത്. അതിൽ കുറവുകൾ ഉണ്ടാവും. നമ്മളല്ല, നമ്മൾ മാസൂമ്യങ്ങളല്ലല്ലോ. പറഞ്ഞതും ചെയ്തതും നിയത്ത് വെച്ചിടത്തും കാര്യങ്ങൾ പൂർത്തിയാക്കിയിടത്തൊക്കെ കുറവ് വന്നിട്ടുണ്ടാകും. ആ കുറവുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ആ ഫർള് സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ തന്നെ വലിയ ഭാഗ്യമാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതിന് ഈ സുന്നത്തുകളൊക്കെ ഉണ്ടോന്ന് ചോദിക്കുമ്പോ ഉണ്ട്. എന്നാ പിന്നെ ആ സുന്നത്തുകളൊക്കെ കൊണ്ടാണ് പൂരിപ്പിച്ചേക്ക്. അള്ളാഹു തആലാന്റെ റഹ്മത്ത് നോക്ക് നിങ്ങൾ. ഫർളുകളൊക്കെ നിർവഹിച്ച ആള് സുന്നത്ത് നിർവഹിച്ചിട്ടുണ്ട്. പഠിച്ചോനെ, സുന്നത്ത് നിസ്കാരങ്ങൾ അയാളെ കൊണ്ട് കഴിയണ പരമാവധി സുന്നത്തൊക്കെ അയാൾ നിർവഹിച്ചിട്ടുണ്ട്. എല്ലാ സുന്നത്തും നോക്കൂലെങ്കിലും ഒരു 10 റക്അത്ത് മുഅക്കദെങ്കിലും നിസ്കരിച്ചിട്ടുണ്ട്. റവാത്തിബ് നോക്കുമ്പോൾ മൊത്തം 10 റക്അത്തൊന്നും അല്ല ഉള്ളത്. പക്ഷെ മുഅക്കദ് ഒരു 10 റക്അത്തെങ്കിലും, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2, ളുഹറിന്റെ മുമ്പ് 2, ശേഷം 2, സുബഹിക്ക് മുമ്പ് 2, 10. ഒരു 10എങ്കിലൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. റവാത്തിബ് നോക്കുമ്പോ അതിലധികം ഉണ്ട്. അത്രയൊന്നല്ല ഉള്ളത്. റവാത്തിബ് എണ്ണുമ്പോ മഗ്രിബിന്റെ മുമ്പ് 2 എണ്ണാണ്ട്, ഇശാഇന്റെ മുമ്പ് എണ്ണാണ്ട്, അസ്റിന്റെ മുമ്പ് 4 എണ്ണാണ്ട്, ഇതൊക്കെ എണ്ണാണ്ട്.
റവാത്തിബ് മൊത്തത്തിലില്ലെങ്കിലും മുഅക്കദായ ഒരു 10 എണ്ണെങ്കിലും അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നമ്മൾ അത് ശ്രദ്ധയോടെ കൊണ്ട് നടക്കുന്ന റമളാനിലെ ആള് തറാവി എല്ലാ ദിവസവും നിസ്കരിച്ചിട്ടുണ്ട്. 1-2 ദിവസം ക്ഷീണം വന്നപ്പോൾ കുറച്ച് റക്കാത്തിന്റെ എണ്ണം കുറഞ്ഞു എന്നല്ലാതെ 20 റക്കാത്തും തറാവി നിസ്കരിച്ചു. ആ സുന്നത്തുകളെ കൊണ്ടൊക്കെ ഈ ഫർളം കൊണ്ട് പരിഹരിച്ച് കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു ഭാഗ്യല്ലേ. അതുകൊണ്ട് മുടക്കരുത്, പരമാവധി കൂട്ടിക്കൊണ്ടുപോകണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മഹാന്മാരായ ആൾക്കാരൊക്കെ ദീർഘ നിസ്കാരം നിസ്കരിച്ച പോലെ നിസ്കരിക്കാനൊന്നും നമുക്ക് കഴിയില്ല, നമ്മൾ ദുർബലരല്ലേ. പക്ഷെ ഉള്ളത് കുറച്ചെങ്കിലും ഒന്ന് ഒപ്പിച്ചെടുത്ത് കൊണ്ടുപോകാൻ അതിന് നമ്മളെ കൊണ്ടൊക്കെ ആകും. ആ ഒരു ശ്രദ്ധ അള്ളാഹു നമുക്ക് ഏറ്റിത്തരുമാറാകട്ടെ. അപ്പോ നിസ്കാരത്തെ പറ്റി അങ്ങനെ ചോദിച്ചു, അമാനത്തിനെ പറ്റി ചോദിച്ചു. അമാനത്തൊക്കെ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്, ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പൊ ധർമ്മം ചെയ്തതില്ലേ പല ഭാഗത്തും? ആ ധർമ്മം ചെയ്തിട്ടുണ്ട്, പലയിടത്തും ധർമ്മം ചെയ്തിട്ടുണ്ട്. ആ ധർമ്മങ്ങളൊക്കെ ഇങ്ങോട്ട് വെച്ച് ആ മേഖല അങ്ങോട്ട് പരിഹരിക്കാൻ അള്ളാഹുവിന്റെ ഓർഡർ. അമാനത്തൊരു നിർബന്ധമായ സംഗതിയാണ്. അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന വീഴ്ചകളൊക്കെ ഒന്ന് പരിഹരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പുറത്തുള്ള ദാനധർമ്മങ്ങളൊക്കെ അതിലേക്കൊന്ന് ചേർത്ത് വരികയാണ്. 3-ാമത്തെ സ്ഥലത്ത് എത്തുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ ചോദിക്കാൻ പറയുന്ന വിഷയം സിലത്തുർ റഹ്മാണ്, കുടുംബബന്ധം ചേർത്തതാണ് അവിടെ ചോദിക്കുന്നത്. കുടുംബബന്ധം ചേർത്തിട്ടുണ്ടോ? കുടുംബബന്ധം നന്നായി പാലിച്ചിട്ടുണ്ട്, പുലർത്തിയിട്ടുണ്ട് എന്നാ മുന്നോട്ട് പോകട്ടെ, അല്ലെങ്കിലേയും അവിടെ കുടുങ്ങിപ്പോകും. 4-ാമത്തെ സ്ഥലത്തെത്തുമ്പോ പ്രത്യേക ഒരു ചോദ്യം ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളെ പോറ്റിയതിനെ സംബന്ധിച്ചാണ്. അവരെ സംരക്ഷിച്ചതും അവർക്ക് ഖിദ്മത്തെടുത്തതുമാണ് ചോദിക്കുന്നത്. 4-ാമത്തെ സ്ഥലത്തെത്തുമ്പോ മാതാപിതാക്കളെ പ്രത്യേകം അല്ലാഹു തആല എടുത്തു ചോദിക്കാനുള്ള കാരണം റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ശുക്ർ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ദുനിയാവിൽ അവൻ ഏറ്റവും പൂർണ്ണ നന്ദിയുള്ളവനാകണമെങ്കിൽ അല്ലാഹുവിന് വേണ്ടിയുള്ള നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും മാത്രം നിർവഹിച്ചാൽ പോരാ, മാതാപിതാക്കൾക്ക് കൂടി ശുക്ർ ചെയ്യണം. അതുകൊണ്ടല്ലേ അല്ലാഹു അത് ചേർത്തി പറഞ്ഞത് അനിഷ്കുർലി വലിവാലിദൈക്, എനിക്കും നിങ്ങൾ നന്ദി ചെയ്യണം, നിങ്ങളെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം. അള്ളാഹുവിനുള്ള നന്ദിയൊക്കെ ഒരാള് പരമാവധി നിർവഹിച്ചിട്ടുണ്ട്. ബാപ്പാനെയും ഉമ്മാനെയും നോക്കിയിട്ടില്ല, അവർക്ക് വേണ്ട ഖിദ്മത്ത് ചെയ്തിട്ടില്ല, ബന്ധം രൂഢമൂലമായി കൊണ്ടുപോയിട്ടില്ല, അവന്റെ ശുക്ർ ആയിട്ടില്ല. മാതാപിതാക്കളോടുള്ള ബന്ധം പ്രത്യേകമായി ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്. ഇരിക്കട്ടെ, 5-ാമത്തെ സ്ഥലം എത്തുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകം പരിശോധിക്കാൻ പറയുന്നത് നാവിലൂടെയുള്ള കറകളൊക്കെ സൂക്ഷിച്ച ആളാണോ? നാവിലൂടെയുള്ള കറകൾ അറിയുമോ? ഏറ്റവും അധികം ദോഷങ്ങൾ ശരീരത്തിൽ വരുന്നൊരു അവയവം നാവാണ്. നാവിനെ പോലെ ദോഷം വരുന്നൊരു അവയവം ശരീരത്തിൽ വേറെയില്ല. അതുപോലെ ഒരു ദോഷം ഗുഹ്യസ്ഥാനത്തിന് വരെ സംഭവിക്കുന്നില്ല. അതുകൊണ്ടല്ലേ നാവിനെ ആ രൂപത്തിൽ അല്ലാഹു സംവിധാനിച്ചത്. നാവിനെ അല്ലാഹു സൃഷ്ടിച്ചതുപോലെ സൃഷ്ടിച്ച ഒരു അവയവം ഏതാണ്? നാവിനെ അല്ലാഹു സൃഷ്ടിച്ചപ്പോൾ അതിന് ആദ്യം 2 അടപ്പ് പോലെ, സ്വർണമൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു പെട്ടി പോലെ മേൽഭാഗത്തും താഴ്ഭാഗത്തും ഒരു സംവിധാനം അല്ലാഹു ഒരുക്കി. പിന്നെ പെട്ടെന്ന് പുറത്തേക്ക് ഇടാതിരിക്കാൻ ഒരു 10-28 കാവൽക്കാരെ നിർത്തി. അതാണ് പല്ല്. ചിലർക്ക് കാവൽക്കാർ കൂടുതലുണ്ടാവും, 32 ഉണ്ടാവും. കുറച്ചേറെ കാവൽക്കാരുള്ള കൊടുത്തുകൊണ്ടാണ് പല്ലിന് അല്ലാഹു തആല നിർത്തി. പെട്ടെന്ന് പുറത്തേക്ക് ചാടിക്കരുത്. പിന്നെയും പോരാ, അതിന് പുറമെ 2 അടപ്പായിട്ട് അല്ലാഹു തആല മേലെയും താഴെയും 2 അടപ്പായിട്ട് 2 ചുണ്ടും കൊടുത്തു. ഇങ്ങനെ ഭദ്രമായി സുരക്ഷിതമാക്കാൻ ഒരു അവയവം അല്ലാഹു ഇങ്ങനെ വെച്ചത് ഏതാ ശരീരത്തിൽ? സ്വകാര്യ അവയവത്തിന് പോലും ഇങ്ങനെ ഒരു മറ അല്ലാഹു തന്നിട്ടില്ല. ആ നാവിലൂടെയാണ് അധികം ദോഷങ്ങളും വരുന്നത്. നാവിനെ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ. നാവിനെ സൂക്ഷിച്ച ആളാണ്, എന്നാലേ ആള് മുന്നോട്ട് പോകട്ടെ എന്ന് പറയും. ഗൈബത്തും നമീമത്തും ഷഹാദത്തു സൂറുമൊക്കെ നന്നായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് വരുന്ന അടയാളങ്ങൾ എണ്ണിപ്പറഞ്ഞപ്പോ തങ്ങൾ എണ്ണിപ്പറഞ്ഞ ഒന്നാണ് ഷഹാദത്തു സൂർ, കള്ളസാക്ഷ്യം എന്ന് പറയുന്നത്. അവിഹിതമായ ഒരു വിഷയത്തിനും സാക്ഷി നിൽക്കാൻ പോകരുത്. എത്ര കിട്ടും ലാഭം എന്ന്
എങ്ങനെ കണ്ടാലും ശരി നമ്മൾ പോയി പോകാനോ ഒപ്പിടാനോ തുനിയാൻ പാടില്ല. എത്ര ആളുകളായി ഇപ്പൊ കുടുങ്ങിയത് നോക്ക് നിങ്ങള്. നടന്നൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ആളുകളല്ലേ കുടുങ്ങിയത്. എത്ര ആളുകളെയാണ് സാക്ഷി വിസ്തരിച്ചത്? ഇനി എത്ര ആളുകളെയാ വിസ്തരിക്കാനുള്ളത്? കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മൊത്തം പിടികൂടിയത് 1.5 ലക്ഷം ആളുകളെയല്ലേ. ആ ബിസിനസ്സിൽ കുടുങ്ങിയിട്ട് ആ ബിസിനസ്സിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പിട്ട് കൊടുത്തിട്ട് കാര്യലാഭത്തിന് വേണ്ടി നിന്ന ആളുകൾ. നഊദുബില്ലാഹ്. അങ്ങനെ മനുഷ്യനെ കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ ഇടപാടുകൾ പലതും രംഗപ്രവേശനം ചെയ്തു വരും. ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുന്നോട്ട് നീങ്ങണം, അല്ലെങ്കിൽ കാര്യം വഷളായി പോകും. അതും കഴിഞ്ഞ് 6ാമത്തെ സ്ഥലത്ത് എത്തുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, അയൽവാസിയുമായിട്ട് അയാളെ ബന്ധം എങ്ങനെ? അയൽവാസിയെ നന്നായി പരിരക്ഷിച്ച് സൂക്ഷിച്ച ആളാണോ? അയൽവാസി പിടുത്തം കൊടുക്കാതെ പിടിക്കുന്നൊരു ദിവസമാണത്. ദുനിയാവിൽ അവനോട് എന്തെങ്കിലും വൃത്തികേട് ചെയ്തെങ്കിൽ ആ വൃത്തികേടിന് വേണ്ടി പിടികൂടുന്നൊരു ദിവസമാണത്. എനിക്കുള്ള ഹക്ക് പടച്ചോനെ അവൻ വീട്ടിയിട്ടില്ല എന്ന് അയൽക്കാരൻ തുറന്നു പറയും. എന്താണ് നിനക്കുള്ള ഹക്ക്? ഞാൻ അവനോട് അവന്റെ കിണറ്റിൽ നിന്ന് വെള്ളം ചോദിച്ചു. 10, 20, 25 ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള വെള്ളമുണ്ടായിട്ട് വേനൽ തുടങ്ങിയപ്പോ എന്റെ കിണറ്റിലെ വെള്ളം പറ്റി. അയൽക്കാരൻ എന്ന നിലക്കൊന്ന് വെള്ളം ചോദിച്ചപ്പോ അവൻ എനിക്ക് വെള്ളം തടഞ്ഞുപോയി. എന്നോട് എടുക്കണ്ട എന്നവൻ പറഞ്ഞു. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ വടിമുടക്കിയവരില്ലേ? അതുപോലെ തന്നെ സ്ഥലം മുടക്കിയവരില്ലേ? സ്ഥലത്തിന്റെയും വഴിയുടെയും പേരിൽ യുദ്ധങ്ങളും കലഹങ്ങളും നടത്തിയവരില്ലേ? സുബ്ഹാനല്ലാഹ്. അങ്ങനെ കുടുങ്ങിപ്പോയാൽ അവിടെ തന്നെ കുടുങ്ങും, പിന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല. 6ാമത്തെ സ്റ്റേജും കഴിഞ്ഞ് 7ാമത്തെ സ്ഥലത്ത് എത്തുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അവൻ സ്വാദിഖാണോ കാദിബാണോ? സത്യവാനായിട്ട് അവനെ പറയാൻ പറ്റുമോ? അതല്ല കള്ളം പറയുന്ന ആളായിട്ടാണോ അവനെ കൂട്ടാൻ പറ്റുന്നത്? കളവ് പറയുന്ന മേഖലയിൽ ആളുകൾ കൂടി പോകുന്നു. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. കിട്ടുന്ന ഒരു വാർത്ത നേരല്ലാത്തതോന്ന് നോക്കാതെ ബട്ടണമർത്തുന്ന ആളുകളാണ് ഈ കാലത്ത് കുറേ എണ്ണം. എത്രത്തോളം എന്നറിയോ നിങ്ങൾ? നാട്ടില് ഉദാഹരണമായിട്ട് പറഞ്ഞ ഇവിടെ അല്ല കേട്ടോ, നമ്മളെ നാട്ടിൽ കേരളത്തിൽ ഒരു സ്ഥലത്ത് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത ഒരാൾ ഗുരുതരമായ ഒരു പ്രശ്നത്തിൽ അയാളെ വെന്റിലേറ്ററിൽ കയറ്റി ദ്വാരക്കാൻ വേണ്ടിയുള്ള ഒരു സന്ദേശം വന്നു. അയാളെ കുടുംബത്തിന്റെ സന്ദേശമാണ്, സഹോദരന്റെ ദ്വാരക്കണം, ഇങ്ങനെ ഒരു അത്യാസന്റെ നിലയിലാണ്. ഇതറിഞ്ഞപ്പോ വേറൊരാൾ അതിന്റെ താഴെ വേറൊരു മെസ്സേജ് വിട്ടു. ആ മെസ്സേജ് ഗൾഫിലൊക്കെ പരന്നുപോയി. എന്ത്? നമ്മളെ വെന്റിലേറ്ററിൽ കഴിയുന്ന ആള് അല്പസമയം മുമ്പ് മരിച്ചുപോയി. അയാള് മരിച്ചിട്ടില്ല സഹോദരങ്ങൾ, എപ്പോഴും ആള് ഹയാത്തിലുണ്ട്. പക്ഷെ ആ മരിച്ചു എന്നുള്ള റിപ്പോർട്ട് എത്ര ആളുകളെ എടുത്തുക്കാ പോയത്? സത്യസന്ധമായ റിപ്പോർട്ടല്ലല്ലോ അത്. എന്താ ഒരാളെ മരിപ്പിക്കായിട്ട് ഇത്ര ബുദ്ധിമുട്ട്? അതൊക്കെ കിട്ടി ലാസ്റ്റ് വിട്ടാ പോരെ, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ വിടൂലേ? പിന്നെ ഗൾഫിൽ നിന്ന് മരിച്ചു എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ ഫോൺ ചെയ്തപ്പോ അതിൽ ഒരു ഫോൺ കോൾ വന്നത് ഈ രോഗിയായി വെന്റിലേറ്ററിൽ കിടന്ന ആളെ ഫോണിലേക്കാണ്. കുറച്ച് സുഖം പ്രാപിച്ച അയാള് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് തിരിച്ചു വരുമ്പോ അയാള് ഫോൺ എടുക്കുമ്പോ അയാളോട് തന്നെ നേരിട്ട് ചോദിക്കുന്നത്, ഇയാള് മരിച്ചിട്ട് എപ്പോഴാണ് ആളെ മറവ് ചെയ്തത്? ജീവിച്ചിരിക്കുന്ന ആളോട് തന്നെ ചോദിച്ചത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ഇനിയിപ്പോ ശഅബാൻ മാസത്തിന്റെ അവസാനം മാസം കണ്ടോ കണ്ടില്ലേ എന്നുള്ള വിഷയം വരും. അപ്പോഴേക്ക് തുടങ്ങും ഒരാൾ റിപ്പോർട്ട്, മാസം കണ്ടിട്ടില്ല, തൽക്കാലം മറ്റന്നാൾ റമദാനായി നിശ്ചയിച്ചു. എന്നാ ഒരു ദിവസത്തെ തറാവി അവിടെ ഒഴിഞ്ഞിട്ടുമല്ലോ. പെരുന്നാളാകുമ്പോൾ കുറച്ച് നേരത്തെയും മാസം കണ്ടു, അതുകൊണ്ട് എല്ലാവരും വേഗം പോയി ഇറച്ചിയും മറ്റൊക്കെ വാങ്ങി റെഡിയാക്കണം. അപ്പൊ റിപ്പോർട്ട് വന്നു, മാസം കണ്ടിട്ടില്ല, അതുകൊണ്ട് പെരുന്നാൾ ഇന്നല്ല മറ്റന്നാളാണ്, നാളല്ല മറ്റന്നാളാണ്. എന്തിനാണ് ഈ റിപ്പോർട്ട് വേഗം എഴുതി വിടുന്നത്? അതിന്റെ പിന്നാലെ ബാക്കിയുള്ളവർ ബട്ടണമർത്തുന്നത് എന്തിനാണ്? ഒരു വാർത്ത, സത്യസന്ധമല്ലാത്ത ഒരു വാർത്ത പ്രചരിപ്പിച്ച്
അത് അങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരിപ്പിച്ച കാരണം ആ വാർത്ത കേട്ടിട്ടൊന്ന് ചിരിച്ചതിന്റെ പേരിലാണ്, നിങ്ങൾ ചിരിച്ചതിന്റെ പേരിലാണ് പരിശുദ്ധ ഇസ്ലാം 2 സ്വഹാബിമാർക്കും 1 സ്വഹാബി വനിതക്കും 60 അടി, 60 60 120 അടി, 80 80 160 അടി ഹദ്ദടിച്ചത്. ബഹുമാനപ്പെട്ട സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി മുനാഫിഖുകൾ ഒരു വിവരം പറയാം, അത് സത്യമല്ല. ആ വിവരം പറയുന്നത് കേട്ടിരുന്ന് ചിരിച്ചിട്ടേ ഉള്ളൂ, പറഞ്ഞിട്ടില്ല. കേട്ടിരുന്ന് ചിരിച്ചിട്ടേ ഉള്ളൂ. ആര്? ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, മിസ്തഹ് ബിൻ ഉസാസ റളിയല്ലാഹു അൻഹു, ഹംന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. ചിരി ഒരു സമ്മതത്തിന്റെ അടയാളല്ലേ? അതെ, ആ ചിരിയുടെ പേരിലാണ് ആ 3 പേർക്കും ഹദ്ദ് കിട്ടിയത്. ഒരാളെ ഇല്ലാത്തൊരു സംഗതി പറഞ്ഞ് വ്യഭിചാരാരോപണം നടത്തിയാൽ തന്നെ, സാധാരണ ആളുകളെ നടത്തിയാൽ തന്നെ 80 അടിയാണ്. ഇത് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ പെട്ട മഹദി ആയതുകൊണ്ട് ഡബിളാണ്, അതുകൊണ്ട് 160 അടി. എന്തിനു പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. എഴുതിയോ? എഴുതിയിട്ടില്ല. മെസ്സേജ് കൊടുത്തോ? കൊടുത്തിട്ടില്ല. ചിരിച്ചതിൽ. അപ്പൊ ഇതിന്റെ ഗൗരവത്രേ. അപ്പറഞ്ഞ കളവ്, മുനാഫിക്കുകളെ പറഞ്ഞ കളവാണ്. അക്കളവ് കേട്ട് ചിരിച്ചതിനാണ് ഇപ്പൊ ഇത് കിട്ടിയത്. അപ്പൊ പറഞ്ഞാലും അത് മെസ്സേജ് അയച്ചാലും വിട്ടാലും എത്ര ഉണ്ടാവും? അതൊരു ചെറിയ ചോദ്യമായി കരുതരുത്. 7ാമത്തെ ചോദ്യമാണ്, ആള് സ്വാദിഖാണോ കാദിബാണോ? സിദ്ഖ് മാത്രം പറയണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. ആ 7 ഘട്ടവും കഴിഞ്ഞ് നമ്മളെ മീസാൻ അവസാനമായി തൂക്കുന്ന സമയത്ത് മീസാൻ കനം തൂങ്ങണം. മീസാൻ ഏറ്റവും കനം തൂങ്ങുന്ന ഒരു വിഷയമാണ്, വളരെ എളുപ്പമുള്ളൊരു സംഗതിയാണ് തസ്ബീഹ് വർദ്ധിപ്പിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. തസ്ബീഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. തസ്ബീഹ് വർദ്ധിപ്പിക്കുക. സുബഹിന്റെ ശേഷവും മഗ്രിബിന്റെ മുമ്പൊക്കെ ആ തസ്ബീഹ് ചെല്ലുന്നതിന് വലിയ മഹത്വമുണ്ട്. തസ്ബീഹ് വർദ്ധിപ്പിക്കണം. സഖീലത്താന ഫിൽ മീസാൻ എന്ന് തങ്ങൾ പറഞ്ഞില്ലേ, അതിനേക്കാളും മീസാനിൽ കനം തൂങ്ങുന്ന മറ്റൊരു സംഗതിയാണ് അഫ്തലു മാ യുളഉ ഫിൽ മീസാൻ ഹുസ്നുൽ ഖുലുഖ്. സൽസ്വഭാവത്തോടുകൂടെ ജീവിക്കാം. മീസാനിൽ നല്ല കനം തൂങ്ങുന്ന അമലാണ് സൽസ്വഭാവം സ്വീകരിക്കുക. സൽസ്വഭാവം ഒരാളിലുണ്ടോ, മീസാൻ ഇങ്ങനെ കനം തൂങ്ങി വരും. ചിലപ്പോൾ നിസ്കാരം ആൾക്ക് കുറവായിരിക്കും. നിസ്കാരമൊന്നുമല്ല ആളിൽ കൂടുതൽ കാണുന്നത്, കുറഞ്ഞാലേ ജീവിച്ചിട്ടുള്ളൂ. പിന്നെ എന്താ അത്രയും അധികം കനം കൂടാൻ കാരണം? ആളെ സൽസ്വഭാവം. ഹുസ്നുൽ ഖുലുഖ് അത്രയും വലുതാണ്, വലിയ അമലാണ് സഹോദരങ്ങളെ ഹുസ്നുൽ ഖുലുഖ് എന്ന് പറയുന്നത്. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ കാണുന്ന മാത്രയിലും ഒരാളോട് പെരുമാറുന്ന രൂപത്തിലും മാത്രമല്ല, ഒരാൾക്ക് അല്ലാഹു തആല കൊടുത്ത നിഅമത്തിലും ഒരു വെറുപ്പില്ലാതെ, ഒരു കുശുമ്പില്ലാതെ, ഒരു ഐബില്ലാതെ നല്ല മനസ്ഥിതി സ്വീകരിക്കുക നല്ല സ്വഭാവമാണ്. നിങ്ങളെ ഒപ്പം ജീവിച്ചൊരു കൂട്ടുകാരൻ പുറത്തുപോയി 2-3 കൊല്ലം അധ്വാനിച്ച് നല്ല ശമ്പളം കിട്ടുന്ന ജോലിയൊക്കെ ആയി വന്ന് നാട്ടിൽ വന്നൊരു 10-20 സെന്റ് സ്ഥലം വാങ്ങി ഒരു വീട് വെച്ച് ഒരു വാഹനമൊക്കെ വാങ്ങി അവനിങ്ങനെ പോകുമ്പോ നിങ്ങൾ പറയണം അൽഹംദുലില്ലാഹ്, നല്ല സന്തോഷം. പറയാൻ കഴിയോ? അൽഹംദുലില്ലാഹ്, നല്ല റാഹത്ത്, നല്ല ജോലിയൊക്കെ കിട്ടി, നല്ല വീടൊക്കെ ഉണ്ടാക്കി. കണ്ടില്ലേ നമ്മളെ കൂട്ടുകാരൻ വാഹനത്തിൽ പോകുന്നു. ആ പോകുമ്പോ തന്നെ കണ്ണൊന്ന് മിന്നി, മുഖത്തിന്റെ കളറൊക്കെ ഒന്ന് മാറി, ഒന്നിങ്ങനെ ഇടങ്ങേറിച്ച് നോട്ടാ നോക്കുന്നത്. എന്നാ സൽസ്വഭാവമല്ല. സ്വഭാവം മാറി, രൂപം മാറി, ഭാവം മാറി. നല്ല സ്വഭാവം സ്വീകരിക്കാൻ കഴിയണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹ് കൊടുത്തൊരു നിയമത്തല്ലേ, നമുക്കെന്തിനത് കണ്ണുകടി വേണം? ഒരാൾ രക്ഷപ്പെട്ടു അല്ലേ, അൽഹംദുലില്ലാഹ്, സന്തോഷമായി എന്നല്ലേ കൂട്ടേണ്ടത്. ഒരാൾക്ക് നല്ലൊരു ജോലി കിട്ടി. അനക്കങ്ങനെ ജോലി കിട്ടിയോ? ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലല്ലോ. എങ്ങനെ അങ്ങനത്തെ ജോലി കിട്ടിയത്? അത്ര വലിയ ജോലിയോ? അതിശയിച്ചുകൊണ്ട് നീ അജബായിക്കൊണ്ട് കിട്ടിയതിൽ നിനക്ക് മനസ്സിലടങ്ങേറ് വേണ്ട. ജോലി കിട്ടി, അൽഹംദുലില്ലാഹ്, സന്തോഷം, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, നിലനിർത്തി തരട്ടെ എന്ന് അവനോട് ദ്വാരുന്നുകൊണ്ട് സന്തോഷം പറയാന്നല്ലാതെ കിട്ടിയ ജോലി നിനക്ക് ഇടങ്ങേറ് വേണ്ട, അയാൾക്കൊരു ജോലി കിട്ടിയതല്ലേ, നല്ല റാഹത്തോടെ ജീവിച്ചോട്ടെ എന്നൽക്ക് സന്തോഷം പറയണം. അത് സൽസ്വഭാവത്തിൽ ഏറ്റവും പ്രത്യേകതയാർന്നൊരു സ്വഭാവമാണ്. 3 കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അയാൾക്ക് സൽസ്വഭാവം ഉണ്ടാകും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു 3 കാര്യം. 1 എന്താണെന്നറിയുമോ? നിന്നോട് അന്യായം പറഞ്ഞവരോട്, ചെയ്തവരോട് മാപ്പ് കൊടുക്കാനുള്ള മനസ്സ്.
ആരാണോ നിന്നോട് അന്യായം ചെയ്തത്, അതിക്രമം ചെയ്തത്, പറഞ്ഞത്, അവരോട് പുറത്തു കൊടുക്കാനുള്ള മനസ്സ്, സ്വന്തക്കാരനാകട്ടെ, കുടുംബക്കാരനാകട്ടെ, അന്യവരാകട്ടെ, ആരാകട്ടെ, ചെയ്ത ദുൽമിന് മാപ്പ് കൊടുക്കാനുള്ള മനസ്സ്. 13 വർഷക്കാലം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും മർദ്ദനങ്ങൾക്ക് ഇനി ഒരു കയ്യും കണക്കുമില്ല. A to Z എല്ലാ മർദ്ദന മുറകളും നടത്തിയവർക്കല്ലേ 8 വർഷം മദീനയിൽ താമസിച്ച് മക്കയിൽ വന്നപ്പോ വിശാലമായ മാപ്പ് കൊടുത്തത്. ചെറിയ അഫുവല്ലല്ലോ തങ്ങൾ കൊടുത്തത്, വിശാലമായ മാപ്പല്ലേ. ശിക്ഷയല്ലല്ലോ തങ്ങൾ പ്രഖ്യാപിച്ചത്, പ്രതികാരമല്ലല്ലോ തങ്ങൾ എടുത്തു പറഞ്ഞത്, മാപ്പല്ലേ. സഹോദരങ്ങളെ, ആ അഫു ഏറ്റവും വലിയ സ്വഭാവമാണ്. സൽസ്വഭാവത്തിൽ ഏറ്റവും മുന്തി നിൽക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് അഫ്ളലു അഖ്ലാഖിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ സ്വഭാവങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ട സ്വഭാവം അൽ അഫൂ, വിട്ടുവീഴ്ച ചെയ്യലാണ്. റമളാനായ നോക്ക് നിങ്ങൾ, അവസാന 10 കണ്ണീരൊലിപ്പിച്ച് പലരും പറയും, ഇന്നിപ്പോ പറഞ്ഞില്ലേ പടച്ചോനെ എനിക്ക് മാപ്പായിക്കൊണ്ട. റമളാനായ പറയും അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ. അപ്പൊ അല്ലാഹു തആല പറയും, നീ മറ്റാൾക്കൊന്ന് വിട്ടുകൊടുക്കോ, നിന്റെ അടുത്താക്ക്. അയാൾ നിന്നോട് ചെയ്ത് 2-3 പ്രാവശ്യം വന്ന് മാപ്പാക്കാൻ പറഞ്ഞിട്ടും നീ ഇങ്ങനെ ഉറച്ച ലെവലിൽ നിൽക്കല്ലോ, ഒന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കോ, മാപ്പ് കൊടുക്കോ. അത് കഴിയൂല പഠിച്ചോനെ. എന്നാ അവിടെ നിൽക്കട്ടെ. അത് ശരി, എന്റെ മാപ്പൊക്കെ വേണം, നിനക്ക് വിട്ടുവീഴ്ച ചെയ്യാനൊരു ഒരുക്കമില്ലല്ലേ. നമ്മൾ മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യുമ്പോ അല്ലാഹു തആല നമുക്ക് വലിയ വിട്ടുവീഴ്ച തരും. അങ്ങനെയാണ് അതിന്റെ മാർഗം. വിട്ടുവീഴ്ച മനോഭാവം, മാപ്പ് കൊടുക്കാൻ, പുറത്തു കൊടുക്കാനുള്ള മനോഭാവം. അത് ഭാര്യമാരോടും വിട്ടുവീഴ്ച ചെയ്യണം, മക്കളോടും വിട്ടുവീഴ്ച ചെയ്യണം, സഹോദരി സഹോദരന്മാരോടും ഒക്കെ വിട്ടുവീഴ്ച ചെയ്യണം. ഏറ്റവും വലിയ വിട്ടുവീഴ്ചയല്ലേ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം നൽകിയത്. 10 ചേട്ടന്മാർക്കും എത്രമാത്രം വലിയ വിട്ടുവീഴ്ച നോക്ക് നിങ്ങൾ. ആ 10 ചേട്ടന്മാരും ചെറിയ പ്രായത്തിൽ തന്നെ ഉപ്പയിൽ നിന്ന് അടർത്തിയെടുത്ത് കൊണ്ടുപോയി കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. തന്റെ ശരീരത്തിലെ വസ്ത്രം പോലും അഴിച്ചു മാറ്റിയവര്. പിന്നെ അവരെ കാണുന്നത് 10-70 വർഷം കഴിഞ്ഞിട്ടാണ്. റേഷൻ വാങ്ങാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് വന്നപ്പോഴാണ് ജ്യേഷ്ഠന്മാരാണ്, സഹോദരങ്ങളാണ് വന്നത് എന്ന് തിരിച്ചറിഞ്ഞപ്പോ സൗജന്യമായിട്ടല്ലേ അവർക്ക് ഭക്ഷണം കൊടുത്തത്. അവരിൽ നിന്ന് അന്നത്തെ ആ റേറ്റിനനുസരിച്ചുള്ള വില വാങ്ങിയില്ല. വലിയ വിട്ടുവീഴ്ചയാണ്. 3ാമത്തെ ഘട്ടത്തിൽ തിരിച്ചറിവുണ്ടായപ്പോഴും അപ്പുറത്ത് കാണുന്ന ജയിലിൽ ഒരു ദിവസം പോലും, ഒരു മണിക്കൂർ പോലും അവരെ ജയിലിൽ അകപ്പെടുത്താതെ പൂർണ്ണമായും അവർക്ക് മാപ്പ് ചെയ്തു കൊടുത്തില്ലേ. രാജാവിന്റെ കസേര സ്ഥാനം കിട്ടിയിട്ട് പോലും സ്വന്തം സഹോദരന്മാരെ പീഡിപ്പിച്ചോ ഇല്ല, മർദ്ദനത്തിനിരയാക്കിയോ ഇല്ല, അകറ്റി നിർത്തിയോ ഇല്ല. കൊട്ടാരത്തിലാണ് പിന്നീട് അവരുമായി താമസിച്ചത്. 25 വർഷക്കാലം യൂസുഫ് നബി അലൈഹിസ്സലാം ആ സഹോദരന്മാരുടെയും അവരെ കുടുംബത്തോടും ഒപ്പം പിന്നെ താമസിച്ചത് കൊട്ടാരത്തിലാണ്. സഹോദരങ്ങളെ, അത് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന വിട്ടുവീഴ്ചയുടെ വലിയ ഉദാഹരണമാണ്. ഇരിക്കട്ടെ, 2ാമത്തെ സ്വഭാവം, നിനക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചോദിച്ചിട്ട് തരാത്തവരുണ്ടോ? അവർക്കൊരാവശ്യം വന്നപ്പോ നിന്നോട് വന്ന് ചോദിച്ചു, നിന്റെ മനസ്സിൽ ആ കറ നേരത്തെയുണ്ട്. 10 വർഷം മുമ്പ് എനിക്കൊരാവശ്യം വന്നപ്പോ ഞാൻ അവരോട് ചോദിച്ചു, അവന്റെ കയ്യിൽ തരാനുണ്ടായിരുന്നു, പക്ഷെ അന്ന് തന്നില്ല. ഇന്ന് അവനൊരു ആവശ്യം വന്നിട്ട് അവൻ ഇങ്ങനെ വന്നിരിക്കാണ്. അതൊന്നും നീ എടുത്തു പറയാതെ, അതൊന്നും ചിന്തിക്കാതെ അങ്ങോട്ട് കൊടുക്കാനുള്ള മനസ്ഥിതി, ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കണം. ആ ഒരു മനസ്ഥിതി നല്ല സ്വഭാവമാണ്. ഞാൻ ചോദിച്ചിട്ട് തന്നില്ലല്ലോ, ഞാൻ വിളിച്ചിട്ട് വന്നില്ലല്ലോ, എന്റെ വീട്ടിലെ പരിപാടിക്ക് വിളിച്ചിട്ട് നീ വന്നോ, അതുകൊണ്ട് നിന്റെ വീട്ടിലെ പരിപാടിക്ക് ഞാനും വരൂല. അങ്ങനെയല്ല തീരുമാനിക്കേണ്ടത്. ഇങ്ങോട്ട് നിസ്സഹകരണം പാലിച്ചവനോട് അങ്ങോട്ട് സഹകരണ മനോഭാവം പുലർത്തിയിട്ട് നല്ല സ്വഭാവമാണ് നീ ശീലമാക്കി എടുക്കേണ്ടത്.
മൂന്നാമത്തത് ബന്ധം ചേർത്തിരുന്ന നല്ല കുടുംബങ്ങളിൽ ബന്ധവിച്ഛേദനം വന്നുപോയാൽ, ബന്ധം മുറിഞ്ഞുപോയാൽ അത് ചേർക്കാനുള്ള മനസ്ഥിതി ഉണ്ടാകണം. ആ നല്ല സ്വഭാവവും ഈ മൂന്ന് തരത്തിലുള്ള സ്വഭാവവും സൽ സ്വഭാവത്തിന്റെ വലിയ അടയാളങ്ങളാണ്. ഹുസ്നുൽ ഖുലുഖോടെ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ മീസാന്, അതിന്റെ തുലാസ് ഇങ്ങനെ കനം തൂങ്ങിപ്പോകുമ്പോ എന്താണ് അതിന്റെ കാരണം എന്ന് കണ്ടു നിൽക്കുന്ന ആളുകൾ ചോദിക്കുമ്പോ മലക്കുകൾ പറയും മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ സ്വഭാവമാണ്. നാളെ ആഖിറത്തിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തിരിക്കണോ? തങ്ങൾ എന്തേ പറഞ്ഞത്? ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ, നിങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, വഅഖറബിക്കും മിന്നീ മജ്ലിസൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ അടുത്ത് വന്നിരിക്കാൻ കഴിയുന്നവര്, അഹാസിനുക്കും അഖ്ലാഖാ, നല്ല സ്വഭാവത്തോടെ ജീവിക്കുന്നവരാണ്. നല്ല സ്വഭാവത്തോടെ ജീവിക്കുന്നവർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുപ്പം കിട്ടുന്നത്, അടുത്തേക്ക് അടുക്കാൻ കഴിയുന്നത്. നമ്മളെ ആഗ്രഹമല്ലയോ തങ്ങളെ ഒന്ന് കാണലും അടുത്തിരിക്കലും ഒന്ന് മുസാഫഹത്ത് ചെയ്യലും അടുപ്പം പാലിക്കലും, അതിന് സ്വഭാവങ്ങളും ശൈലികളും ഒക്കെ ഒന്ന് പരിഷ്കരിച്ച് അവിടുന്ന് പഠിപ്പിച്ച നല്ല സ്വഭാവങ്ങൾ സ്വീകരിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുന്നു. ദുആയിലേക്ക് പ്രവേശിക്കാണ്. ഇനിയും മുന്നോട്ട് പോയാൽ പോകാനുള്ള വണ്ടി പോയി പോകും. അതൊരു പേടി. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ഒരു ഭാഗവും പറഞ്ഞു എത്തിക്കാൻ കഴിയൂല, എന്നാലും ബറക്കത്തിനൊന്ന് പറഞ്ഞതാണ്. മഹ്ശറിൽ രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ബറാഅത്തിന്റെ രാവാണ്, ദുആഇന് ഇജാബത്ത് കിട്ടും എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എണ്ണി പഠിപ്പിച്ച 5 രാവുകളിൽ ഒരു രാവാണ് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാൻ പകുതിയിലെ രാവ്. കുറേ ദ്വാരുന്നു, അതുകൊണ്ട് ആ ദ്വാരുന്നതൊക്കെ മദീന്ന് വെക്കരുത്. കുറെ ദ്വാരുന്നതൊക്കെ മദീന്ന് വെക്കരുത്. എത്ര ചോദിച്ചാലും മടുക്കാത്തവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. നമ്മളെ ചോദ്യം എത്രമാത്രം ആത്മാർത്ഥതയോടെയാണോ എന്നാണ് അള്ളാഹുവിന്റെ നോട്ട്. എത്ര അധികം ചോദിച്ചു എന്നുള്ളതല്ല, എത്ര ആത്മാർത്ഥമായി ചോദിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ 30 കൊല്ലം ദ്വാരുന്നിട്ടും ഒരാൾക്ക് ഉത്തരം കിട്ടാതിരുന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, മൂസാ നബിയെ, ഞാൻ 30 കൊല്ലമായ ഒരു മുറാദ് അള്ളഹാനോട് ചോദിക്കുന്നത്, എത്ര ചോദിച്ചിട്ടും പടച്ചോനെ തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹുത്താല ചോദിച്ചു മൂസാ നബിയെ, അള്ളാഹുത്താലാണ് മൂസാ നബി ചോദിച്ചു. മൂസാ നബി അലൈഹിസ്സലാം 2 റക്അത്ത് നിസ്കരിച്ച്, പടച്ചോനെ, നിന്റെ ഒരു സാധുവായ അടിമ 30 കൊല്ലമായ ഒരു ചോദ്യം ചോദിച്ചിട്ട് നീ എന്താ കൊടുക്കാത്തത്? അപ്പൊ അള്ളാഹുത്താല പറഞ്ഞു അദ്ദേഹത്തോട്, മനസ്സിരുത്തി ഒരു ചോദ്യം കൊണ്ട് ചോദിക്കാൻ പറയൂ. മനസ്സിരുത്തി, മനസ്സ് എന്നിലേക്ക് തിരിച്ച് ഇഖ്ലാസോടെ ശ്രദ്ധാപൂർവം ഒരു ചോദ്യം ചോദിക്കാൻ പറയൂ. മൂസാ നബി അലൈഹി സ്വലാം വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ മറ്റു ചിന്തകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നേർക്ക് നേരെ നല്ല കൽബോടെ ഒന്ന് ചോദിക്കുക, അല്ലാഹു തആലയോട് ഇന്ന് തന്നെ തരുന്നു പറഞ്ഞു. അന്നത് ചോദിച്ചു, അന്ന് തന്നെ കിട്ടി. കണ്ടാ, 30 കൊല്ലം ചോദിച്ചത് ഇപ്പൊ അവസാനം വെറുതെ ആയില്ല. ചോദ്യം ഏത് രൂപത്തിൽ ആത്മാർത്ഥമായിട്ട് വരുന്നു എന്നതിനാണ് അല്ലാഹു തആല നമുക്ക് ഇങ്ങനെ ചാൻസുകൾ കൂട്ടി തരുന്നത്. ദുആഇന് നല്ല മനസ്സ് അല്ലാഹു നമുക്ക് ഏറ്റി തരട്ടെ. നല്ല മനസ്സോടുകൂടെ അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുക, ആത്മാർത്ഥമായ ഖൽബോടെ ദുആർക്കുക. അല്ലാഹു ദുആ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഉത്തരം കിട്ടുന്ന ഒരു രാവാണ്. സുബഹിക്ക് മുമ്പ് എല്ലാവരും എഴുന്നേൽക്കുമല്ലോ, അപ്പോഴും ദുആർക്കണം. ദുആഇന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഖ്താണ് വഖ്തുസ് സഹർ, അത്തായത്തിന്റെ സമയം. ദുആഇന്റെയും ഖുർആനോത്തിന്റെയും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായ സമയമായ ആ സമയത്ത് അല്ലാഹുവിലേക്ക് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് നമ്മൾ ദുആർക്കുക. ഒരു ചെറിയ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം 2 റക്അത്തെങ്കിലും നിസ്കരിച്ച് അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി ദുആർക്കുക. പവിത്രമായ രാവുകളിൽ മഹാന്മാര് സുബ്ഹി വരെ ദിക്റും ദുആഉം നടത്തിയിട്ട് രാത്രി ഹയാത്താക്കിയവരാണ്. അവരെ കൽബ് ഉണർത്തിയവരാണ്. മറ്റൊന്നിലേക്കും കൽബിന് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ തിരിക്കാതെ ദിക്റുകൾ ചൊല്ലി, ഒന്ന് കഴിഞ്ഞപ്പോ അടുത്തൊന്ന് കഴിഞ്ഞപ്പോ അടുത്തൊന്ന്, അങ്ങനെ ചൊല്ലി കൊണ്ടുവന്ന് ദിക്റ് ധാരാളം ചൊല്ലി, ദുആഉം ഒരുപാട് ദ്വാർന്ന്, അങ്ങനെ ഈ രാത്രി ഹയാത്താക്കിയിട്ട് സുബ്ഹി വരെ അവര് രാത്രി എത്ര പെട്ടെന്ന് കഴിഞ്ഞു പോയി എന്ന് അവർക്കെന്നറിയില്ല. അത്രയും വേഗം